നല്ലൊരു അടിപൊളി മജ്ബൂസ് ഉണ്ടാക്കി നോക്കാം. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അടിപൊളി സ്പെഷ്യൽ ഉണ്ടാക്കി നോക്കാം. മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാല കൂട്ടാൻ വേണ്ടി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി നീര് കൂടെ ഒറ്റിച്ചു കൊടുത്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ പൊരിക്കാനുള്ള മസാല ആയിട്ടുണ്ട്. ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റിലേറെ ആയിട്ടുണ്ട്. നമുക്കത് പൊരിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലിലാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. ഈ ചിക്കൻ പൊരിച്ചെടുത്തതിൻ്റെ ബാക്കി ഓയിൽ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. നാലോ 5 മിനിറ്റ് വീതം ഓരോ പുറവും വേവിച്ചെടുത്താൽ മതി. ബാക്കി ചിക്കൻ്റെ വേവ് റൈസിനോട് കൂടെ ആയിക്കോളും. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും മജ്ബൂസിന് ആവശ്യമായ റൈസ് വെള്ളത്തിലിട്ട് വെക്കുക. ബസുമതി റൈസാണ് എടുക്കുന്നത്. ബസുമതിയുടെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഏകദേശം 5 മിനിറ്റോളം ഇരുപുറം വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് റൈസ് തയ്യാറാക്കാം. ചിക്കൻ പൊരിച്ച അതേ എണ്ണ തന്നെ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയും ചെറിയ ജീരകവും ഇനി ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി മജ്ബൂസിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ചധികം മജ്ബൂസ് മസാല. ഇത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. മജ്ബൂസിൻ്റെയും മന്തിയുടെയൊക്കെ മസാല കിട്ടും. അതാണ് ചേർത്ത് കൊടുത്തുള്ളത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഇനി നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റൈസ് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർക്കുന്നത്. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുക. കുറച്ച് തക്കാളിയും പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുത്ത് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. തീ നല്ല കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. മജ്ബൂസ് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം തിളച്ച് വന്ന് ഇനി തീ പറ്റി കുറച്ച് വെക്കുക. ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഇനി വേവിച്ചെടുക്കുക. മജ്ബൂസിലെ വെള്ളം വറ്റി വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്നും കൂടി വറ്റി വരാണ്ട് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വയ്ക്കുക. മജ്ബൂസിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റോളം അടച്ചു വെച്ച് ദമ്മിട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചോറൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ബാക്കി ദമ്മിൽ വെന്ത് കൊള്ളും. ഇപ്പോൾ മജ്ബൂസ് ദമ്മിട്ട് കൊടുത്തിട്ട് ഏകദേശം അരമണിക്കൂറോളായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി മജ്ബൂസ് നല്ല മണടിക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. ചോറൊന്നും അധികം വേവാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ടൊമാറ്റോ സോസും വൈറ്റ് സോസൊക്കെ ഉപയോഗിച്ച് ഇത് കഴിക്കാം.
അടിപൊളി മജ്ബൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.